ഹായ് ഓൾ. ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മെക്കാനിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന അധ്യാപന ജോലികളുടെ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. ഡിപ്ലോമ മുതൽ എംടെക് വരെ യോഗ്യതയുള്ളവരുടെ എക്സാമുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതായത് എംടെക് യോഗ്യതയുള്ളവർക്ക് ഇതിലെ 3 എക്സാമുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ബിടെക് യോഗ്യതയുള്ളവർക്ക് 2 അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഇതിൽ ഒരു എക്സാമിനേഷനുമാണ് എഴുതാൻ പറ്റുന്നത്. ആ 3 പോസ്റ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രധാനമായിട്ടും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നതാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. അതിൽ തന്നെ ഡിപ്ലോമ കോളേജുകൾ ഉണ്ടാവും, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടാവും, ഇനി അത് കൂടാതെ തന്നെ സ്കൂളുകൾ ഉണ്ടാവും. ഇവയൊക്കെ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. സാലറിയും അലവൻസും ഒക്കെ സിമിലർ ആയിരിക്കും. എന്നാൽ പോസ്റ്റിന്റെ പേരിൽ മാത്രം വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴും ഓരോ പേരിലായിരിക്കും നിങ്ങൾ അറിയപ്പെടുന്നത്. അടുത്തത് ലെക്ചറർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ആണ്. ഇത് പോളിടെക്നിക് അധ്യാപകൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇതിന്റെ യോഗ്യത ബിടെക് ആണ്. അപ്പോൾ ബിടെക് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ബിടെക്കുകാർക്കും എംടെക്കുകാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അടിസ്ഥാന യോഗ്യത ബിടെക് ആണ്. എന്നാൽ ബിടെക്കിന് 60% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് പറഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ പിടിച്ചുപറിയുള്ള ഒരു തസ്തിക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ മസ്റ്റായിട്ട് എംടെക് ഉണ്ടായിരിക്കണം, നല്ല മാർക്കും ഉണ്ടായിരിക്കണം, 60% കുറയാത്ത മാർക്കും ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. ഇത് നമുക്ക് ഓരോ പോസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് എത്തുമ്പോൾ ഡിപ്ലോമ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത ആയതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇതിലേക്ക് വിളിച്ചത് 2022 വന്നു. ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത്, അതായത് ഇതിന്റെ DOE വരുന്നത് 23/7/2024 കൃത്യം 3 വർഷം കഴിയുമ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വഴിയും അന്ന് ഈ ഒരു എക്സാമിനേഷന് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 66.67 മാർക്കായിരുന്നു. അഡ്വൈസ് പോയത് 124 പേർക്കുമാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ സാലറി നോക്കാം. 41,300 തുടങ്ങി 87,000 അവസാനിക്കുന്ന അത്യാവശ്യം ആകർഷകമായ ഒരു സാലറിയാണ്. എന്നാൽ ഇവിടുത്തെ പ്രായപരിധി 18 വയസ്സ് മുതൽ 36 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് 40 ഉയർന്നിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ മാക്സിമം ഏജ് 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പോളിടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ലെക്ചർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നത് 2021 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 9/8/2024 അതായത് ഇവിടെയും ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DOE വന്നിരിക്കുന്ന ഏറെക്കുറെ സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ പുതിയ പാറ്റേൺ അനുസരിച്ച് 2024 വന്നതിന് കൃത്യം 3 വർഷമേ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. ഈ പിറ്റേ ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരും. അത് ആ രീതിയിലായിരിക്കും PSC കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ സാലറി സ്കെയിൽ AICT ആണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന സാലറി ലഭിക്കും. പ്രായപരിധി എന്ന് പറഞ്ഞാൽ 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ഇളവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 44 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അന്നത്തെ എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 60 മാർക്കായിരുന്നു. അന്ന് ഇതിനോടകം അഡ്വൈസ് പോയിരിക്കുന്നത് 53 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതായത് കോളേജുകൾ, ബിടെക് കോളേജുകൾ, എംടെക് കോളേജുകളിലേക്ക് അധ്യാപകനാകുവാനുള്ള യോഗ്യതയാണ്. നമുക്കറിയാം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റാണ്. AICT നിലവാരത്തിലാണ് നിയമനം വരുന്നത്. തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 60,000-നും 70,000-നും ഇടയ്ക്കുള്ള ശമ്പളം കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും നമുക്കറിയാം നിലവിൽ 39 ആയിരുന്നു. ഇപ്പോൾ അത് 44 ഉയർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. ഇനിയും ഇതിന്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നത് 2021 ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം റാങ്ക് ലിസ്റ്റ് വന്നത് 7/11/2024 ഇതിന്റെ അഡ്വൈസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 20 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. പ്രീവിയസ് കട്ട് ഓഫ് നോക്കിയാൽ 63 മാർക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും എക്സാമിനേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഓരോ തയ്യാറെടുപ്പുകളിലൂടെ ഒരു എംടെക് ഉള്ള വിദ്യാർത്ഥിക്ക് 3 പരീക്ഷകൾക്കും കൂടി ഒരു തയ്യാറെടുപ്പ് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 3ഉം വളരെ കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ കഴിയുകയും നമുക്കൊരു ജോലി അഷ്വറൻസോടുകൂടി നേടിയെടുക്കാനും കഴിയും. വളരെ കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. വലിയ പ്രഷറുകളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നും ഇല്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശനിയും ഞായറും ഒക്കെ അവധി കിട്ടും. പബ്ലിക് ആയിട്ടുള്ള ഹോളിഡേസ് മുഴുവൻ നമുക്ക് അവധി കിട്ടും. അങ്ങനെയുള്ള ധാരാളം അഡ്വാൻറ്റേജസ് ഉള്ളതാണ് ഒരു ടീച്ചിങ് ഫീൽഡ്. അപ്പോൾ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടത് അനിവാര്യതയാണ്. കാരണം റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ, അതായത് അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ നോട്ടിഫിക്കേഷൻ അധികം വൈകാതെ വരികയും അതിനുശേഷം ഒരു 3-4 മാസത്തിനുള്ളിൽ എക്സാമിനേഷൻ നടത്തുകയും ചെയ്യേണ്ടി വരും PSC. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി സമയമുണ്ട് എന്ന് കരുതിയിരിക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമിനേഷൻ
ക്രാക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ തുടങ്ങിയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് റിവിഷൻ ചെയ്യാൻ ധാരാളം സമയം കിട്ടും എന്നുള്ളതാണ്. ഇതിലൊന്നും കോർ സബ്ജക്റ്റിലോ സിലബസിലോ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയിൽ നമ്മൾ എക്സാമിനേഷൻ തയ്യാറെടുത്തു തുടങ്ങും. എംടെക് യോഗ്യതയുള്ളവർ, ഡിപ്ലോമയുള്ളവർ തീർച്ചയായിട്ടും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന ലക്ഷ്യം വെച്ചും തയ്യാറെടുത്ത് തുടങ്ങുക. ഇനിയും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ 3ന്റെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, വളരെ പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യും. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.